ഇത് വേട്ടോളിയാണ് എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ദിവസം ഭയങ്കര ഹെക്ടിക് ഡേ ആണ് ഫോർ മീഡിയാസ്. പ്രോഗ്രാംസ് ഉണ്ടെന്ന് അറിയാം. എങ്കിലും എല്ലാവരും വന്ന് നമ്മളോട് സഹകരിക്കുന്നതിൽ ഞങ്ങളുടെ പ്രിയതമ ടീമിന്റെ വകയായിട്ട് താങ്ക്സ് ആദ്യം തന്നെ പറയുകയാണ്. ഓക്കെ, അപ്പൊ ഇന്ന് സ്കൈ കോഡിന്റെ ആദ്യത്തെ മ്യൂസിക് വീഡിയോ ലോഞ്ച് ആണ്. ലുലു മോളിൽ വെച്ചിട്ടാണ്. വൈകിട്ട് 5:30-ക്കാണ്. അതിന് മുന്നോടിയായിട്ടാണ് നമ്മൾ ഇതിന്റെ ടീം എല്ലാവരും കൂടെ നിങ്ങളെ ഒന്ന് മീറ്റ് ചെയ്യാം. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ആൽബം വന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മ്യൂസിക് വീഡിയോ സ്കൈ കോഡിന് ഉണ്ടാവണം. മാത്രമല്ല, ഇനി ഓരോ മന്തും ഞങ്ങൾ ഇതുപോലെ ഗംഭീരമായ മ്യൂസിക് വീഡിയോസ് കൊണ്ടുവരികയാണ്. നമ്മൾ സാധാരണ ഒരു ആൽബം പോലെയൊന്നും അല്ല ഇത് ചെയ്തത്. നിങ്ങൾക്ക് ഒരുപക്ഷെ ലുലുവിൽ അത് ലോഞ്ച് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും. വളരെ സിനിമാറ്റിക് ആയിട്ട്, വളരെ വിഷ്വൽ എഫക്റ്റോടുകൂടി, ഗംഭീരമായ പാട്ടിനോടുകൂടിയാണ്, അതിന്റെ മ്യൂസിക്കോട് കൂടിയാണ് വരുന്നത്. ഇത് നമ്മുടെ ഡയറക്ട് ചെയ്തിരിക്കുന്നത് മിസ്റ്റർ വിനു വിജയാണ്. വിനു ഓൾറെഡി തന്നെ പടങ്ങളെല്ലാം ചെയ്തിരിക്കുന്ന ഒരാളാണ്. റിലീസ് ആവാൻ കാത്തിരിക്കുന്ന ആശാശരത്ത് പ്രധാന വേഷത്തിലെത്തുന്ന ഇന്ദ്ര എന്ന ചിത്രമൊക്കെ വിനുവിൻ്റെതാണ്. വിനുവിന്റെ വൈഫ് ബബിഷ ഇവിടെ എത്തിയിട്ടില്ല. ബബിഷയാണ് ഇതിന്റെ കോസ്റ്റ്യൂമർ. അതിലുപരി ഇതിന്റെ മ്യൂസിക് ചെയ്ത ആളെ ഞാൻ പരിചയപ്പെടുത്താം, മിസ്റ്റർ മുരളി. മുരളി ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു അല്ലേ? യെസ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ പാട്ടോടുകൂടി നമ്മുടെ സിനിമയിലും സജീവമാകാനുള്ള ഒരു അവസരം താങ്കൾക്ക് ലഭിക്കും തോന്നുന്നു. അത്ര രസകരമായിട്ടുണ്ട്. ഞാൻ കേട്ടിരുന്നു, കണ്ടിരുന്നു, ഗംഭീരമായിട്ടുണ്ട്. അപ്പോ ഇനി ഈ സ്കൈ കോഡിന് പിന്നിലുള്ള ആള് അല്ലെ, അത് ഈ അറ്റത്തിരിക്കുന്ന 2 പേരാണ്, പ്രധാനപ്പെട്ട ആൾക്കാരാണ്. ശരണ്യെ ഓൾറെഡി തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ബിഗ് ബോസ് മാത്രമല്ല, ഒരു വില്ലത്തി കൂടി ആയിരുന്നു അല്ലെ. ചാനലിലെ ഒരു നല്ല സീരിയലിലെ വില്ലത്തി ആയിരുന്നു. വൈഫ് ഹസ്ബൻഡ് ഉണ്ട്, മനീഷ് ഉണ്ട്. പിന്നെ ഇതിന്റെ പ്രൊഡക്ഷൻ ടീമില് മറ്റു 2 പ്രസ് മീഡിയക്ക് താങ്ക് യു സോ മച്ച്. നല്ല റെയിനാണ്, ഹെക്ടിക്കായിട്ട് പുറത്ത് റെയിൻ ഫോൾ ഉണ്ട്. എന്നാലും തന്നെ ഞങ്ങളുടെ ഈ പ്രോജക്റ്റിനെ നിങ്ങൾ ഗംഭീരമാക്കാൻ ഇവിടെ വന്ന് എല്ലാവരും കൂട്ടത്തോടെ സപ്പോർട്ട് ചെയ്യാൻ വന്നതിൽ ഒത്തിരി നന്ദി ഫ്രം സ്കൈ കോഡ് ആൻഡ് മനുഷ്യരെ, നിങ്ങളുടെ എല്ലാം ടീമിൻ്റെ വക. സോ സ്കൈ കോഡ് എന്നുള്ള ഒരു ആശയം സുപ്രഭാതത്തിൽ ഒരു ദിവസം കൊണ്ട് ഉണ്ടായതല്ല. അതിൻ്റെ പുറകെ ഒരു 2 years അതിൻ്റെ പുറത്ത് റിസർച്ചും കാര്യങ്ങളും, അതിൻ്റെ പുറത്ത് എങ്ങനെ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് ഒരു സംഭവം ആശയം കൊണ്ടുവരാം എന്നുള്ള ഒരു കാര്യമായിരുന്നു. അപ്പോൾ ഇതിൽ ഈ പ്രോജക്റ്റ് സ്കൈ കോഡ് എന്ന് വരാൻ നിമിത്തമാവുന്ന ഒരു ആള് അല്ലെങ്കിൽ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് ഓഫ് കോഴ്സ് ഞാൻ പറയും മനീഷ്, എൻ്റെ ഹസ്ബൻഡ് അതിൽ ഭയങ്കരമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ സാധാരണ എല്ലാത്തിലും മുന്നിട്ട് നിൽക്കുന്നതാണ്. പക്ഷേ ഈ വട്ടം ഞാൻ ബിഗ് ബോസ് ഹൗസിനകത്ത് ഉണ്ടായതുകൊണ്ട് ഞാൻ ഒന്നുമേ എൻ്റെ പുറകെ ഇല്ല. ഞാൻ വന്നപ്പോൾ എല്ലാം റെഡി ആയിട്ടായിരുന്നു വരുന്നത്. സോ മനീഷേട്ടനെയും അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ പ്രോജക്റ്റിൽ ഡയറക്ഷൻ ചെയ്ത വിനു വിജയും സാറുടെ ഒരു പേരാണ് ഈ സ്കൈ കോഡ് മ്യൂസിക് റെക്കോർഡ് ലേബിൾ, അതുപോലെ തന്നെ സ്കൈ കോഡ് പ്രൊഡക്ഷൻ ഹൗസ് തുടങ്ങാം എന്നുള്ള ഒരു ആശയം വരുന്നത്. ഇതിൻ്റെ കൂടെ ഞങ്ങൾക്ക് ഈ സ്കൈ കോഡ് പ്രൊഡക്ഷൻ ഹൗസിൻ്റെ കൂടെ ആദ്യം തന്നെ ഞങ്ങളുടെ കൂടെ പാർട്ട്ണർഷിപ്പ് ചെയ്തത് റാഫേൽ പ്രൊഡക്ഷൻ ഹൗസ്, ഫിലിം ഹൗസ്. അധികം അവർ കുറേ സിനിമകൾ ചെയ്തിട്ടുള്ള ഒരു വലിയ പ്രൊഡക്ഷനാണ്. അപ്പം ഞങ്ങളുടെ ഒരു കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത്. പിന്നെ അബൌട്ട് സ്കൈ കോഡിൽ വന്നിരിക്കുന്ന ആദ്യത്തെ പ്രോജക്റ്റ് പ്രിയതമ എന്നുള്ള ഒരു ആശയം, അല്ലെങ്കിൽ ആ ഒരു പാട്ടെടുക്കാം, അല്ലെങ്കിൽ പ്രിയതമ എന്നുള്ള ഒരു വേർഡ് വരാം എന്ന് വന്നത് ബിഗ് ബോസ് ഹൗസിൽ ഞാൻ ഇരുന്ന സമയത്ത് മനീഷേട്ടൻ്റെ വേർഡാണ് പ്രിയതമ എന്ന് പറഞ്ഞാൽ ഡാർലിംഗ്, സ്വീറ്റ് ഹാർട്ട്, മെഹബൂബ, കാതൽ, അങ്ങനെയാണ്. സോ ആ വേർഡ് ഡെവലപ്പ് ചെയ്തെടുത്തതാണ് നമ്മളുടെ അടിപൊളി യങ്ങാണ് മുരളി കൃഷ്ണ. പക്ഷേ അദ്ദേഹത്തിൻ്റെ കമ്പോസിങ്ങിൻ്റെ ഒരു ഇമ്പാക്റ്റ് ആണ് നിങ്ങളിനി ഉടനെ തന്നെ കാണാൻ പോകുന്നത്. സോ മുരളി കൃഷ്ണ യങ് ആണ്, അല്ലെങ്കിൽ ഫസ്റ്റ് പ്രോജക്റ്റ് എന്ന് വിചാരിച്ച് നിസ്സാരമായിട്ട് കാണണ്ട.
ആളൊരു പുലിയാണ്, ഫയറാണ്. ഓക്കെ. പിന്നെ അങ്ങനെ മ്യൂസിക് ഡയറക്ടർ മുരളീകൃഷ്ണ. അത് കഴിഞ്ഞിട്ട് ഇതിൽ വിനീത് ശ്രീനിവാസൻ ചേട്ടനാണ് നമ്മുടെ സംഗീതം അല്ലെങ്കിൽ ഒരു ലൈഫ് കൊണ്ടുവന്നിരിക്കുന്ന സോങ്ങിന്. അത് നമുക്ക് ഒരു ആഗ്രഹമായിരുന്നു വിനീത് ചേട്ടൻ ഇതിൽ വരണമെന്ന്. പിന്നെ BK ഹരിനാരായണൻ ചേട്ടനാണ് ഇതിൽ ലിറിക്സ് എഴുതിയിരിക്കുന്നത്. മന്ദാകിനീൻ്റെ മൊത്തം ടീമാണ് നമ്മുടെ ടെക്നീഷ്യൻസ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. ദൃശ്യത്തിൻ്റെ എഡിറ്റിംഗ് സെക്ഷൻസ് ആയിട്ടുള്ള ആൾക്കാരാണ് ടെക്നീഷ്യൻസ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഞങ്ങൾ കൊണ്ടുവന്നതെന്ന് പറഞ്ഞാൽ ഒരു മ്യൂസിക്, ഒരു മൂവി രീതിയിലുള്ള വിഷ്വലൈസേഷൻ. മഞ്ജു ചേച്ചി ഇപ്പം പറഞ്ഞു വിഷ്വലൈസേഷൻ മൂവി രീതിയിൽ ഒരു വിധത്തിൽ ഓഡിയൻസിന് ഒരു കോംപ്രമൈസും ചെയ്യിപ്പിക്കത്തില്ല എന്ന് തന്നെ ഒരു രീതിയിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. കാരണം നമുക്കൊരു എപ്പോഴും ഒരു സോങ് എടുക്കാൻ ഒരു പരിമിതി ഉണ്ടാവും. പക്ഷെ ആ പരിമിതി നമ്മളുടെ ഈ പാട്ടിൽ നമ്മൾ വെച്ചിട്ടില്ല. നല്ല ക്വാളിറ്റിയിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. പിന്നെ എല്ലാവരുടെയും എന്താ പറയാ, ആദ്യത്തെ പ്രോജക്റ്റിൽ തന്നെ ഞങ്ങൾക്ക് ഇൻഫിലിം കിട്ടിയിട്ടുണ്ട്. അതാണ് ഫെയറി ടെയിൽ. അതാണ് ഏറ്റവും വലിയ എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രോജക്റ്റ് കൊണ്ടുവരുമ്പോൾ തന്നെ നമുക്ക് ദൈവത്തിന്റെ ഒരു അനുഗ്രഹം അതിലുണ്ടെന്നുള്ള ഒരു ഇതാണ് സംഭവം. അപ്പം നമുക്ക് ഇനി മുന്നോട്ടുള്ള ഭയങ്കരമായിട്ടുള്ള വിഷ്വൽസ് ആണ് സ്കൈകോഡ് പ്രൊഡക്ഷൻ ഹൗസിലുള്ളത്. അത് വെറും സോങ്ങിൽ മാത്രമല്ല, ഇനി നമുക്ക് മൂവീസും അതുപോലെ തന്നെ വെബ് സീരീസും അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ഫ്യൂച്ചറിൽ പ്ലാനിങ് ഉണ്ട്. അപ്പം ബാക്കിയെല്ലാം ഇനി നമ്മളുടെ ടീമിലെ ഓരോരോ അംഗങ്ങളൊക്കെ പറയുന്നതായിരിക്കും നല്ലത്. അപ്പം ഞാൻ നിങ്ങളെല്ലാം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ അങ്ങോട്ട് കൊടുക്കാം. എല്ലാവർക്കും നമസ്കാരം. എന്താ പറയാ, ഇത്രയും വലിയൊരു ക്രൂവിന്റെ പാടാൻ പറ്റിയതിന് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. എല്ലാവർക്കും അറിയാം ഞാനൊരു ബിഗിനറാണ് ഇങ്ങനത്തെ സംഭവത്തിൽ. സോ ആഫ്റ്റർ ബിഗ് ബോസിന്റെ സെക്കൻഡ് ആൽബമാണ് ഫസ്റ്റ് യെറ്റ് ടു റിലീസ്. അത് ഡിസംബറിൽ കാണും. സോ സെക്കൻഡ് ഓൾസോ ഇങ്ങനൊരു ബിഗ് ബാനർ ലൈക്ക് ഇത്രയും വലിയ ക്രൂ, എസ്പെഷ്യലി ഷാർമിയുടെ ഒപ്പം ചെയ്യാൻ പറ്റിയത്, ആ ഒരു പ്രൊഡക്ഷന്റെ ഭാഗം പറ്റിയത് ലൈക്ക് ബ്ലെസ്ഡ്. ഓഫ് കോഴ്സ് ശ്രീതു അതും മെയിൻ ഒരു പാർട്ടാണ് ഇതിന്റെ. സോ യാ, അതൊക്കെ തന്നെ. എല്ലാം വന്നതിന് വളരെ വളരെ നന്ദി. ആൻഡ് അതേപോലെ ശരണ്യ ചേച്ചിയുടെ ആദ്യത്തെ ഈ ഒരു പ്രൊഡക്ഷനിൽ ആദ്യത്തെ ഈ മ്യൂസിക്കൽ ആൽബമിൽ വന്നിട്ട് എന്നെ വന്നിട്ട് ക്ഷണിച്ചതിന് വളരെ വളരെ നന്ദി. ആൻഡ് എനിക്കും ரொம்ப ഹാപ്പിയാണ് നമ്മളെ ചൂസ് ചെയ്തതിന്. ആൻഡ് യെസ്, ആക്ച്വലി നമ്മൾ അർജുൻ ശ്രീതും നമ്മളുടെ ഫുൾ ടീം ഒറ്റക്കെട്ടായിട്ട് എടുത്ത തീരുമാനമാണ്. അർജുൻ ശ്രീതു ഈ പാട്ടിന് ഏറ്റവും കൂടുതൽ ആപ്റ്റ് ആണെന്നുള്ളത്. കാരണം പാട്ടെല്ലാം ബിൽഡായിട്ട് വന്നു കഴിഞ്ഞ ശേഷം നമ്മൾ കണ്ടത്, നമ്മൾ കണ്ണടച്ചൊന്ന് ഫീൽ ചെയ്യുമ്പോൾ ആദ്യം വന്നത് മനുഷ്യന് ശ്രീതു കൊള്ളാം, എനിക്ക് വന്നത് അർജുൻ കൊള്ളാം, വിനുവിന് വന്നത് അർജുൻ ശ്രീതു പക്കാ പൊളി, മുരളീകൃഷ്ണൻ പറഞ്ഞു ഓക്കെ സെറ്റ്. അപ്പം നമ്മൾ പിന്നെ ഒന്നും നോക്കിയില്ല, നമ്മുടെ ഫുൾ എൻറ്റയർ ടീം, ഇപ്പോൾ ജീമോൻ ചേട്ടനായാലും റാഫി ചേട്ടനായാലും എല്ലാവർക്കും ഉള്ള ഒരു സജഷൻ ഇവര് തന്നെയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ആ ഒരു കാര്യത്തിലൊന്നുമില്ല. അപ്പൊ താങ്ക് യു എല്ലാവർക്കും ആണ്. അപ്പൊ ഞാൻ ഇനി നമ്മുടെ ഡയറക്ടറിന്റെ വിഷൻ അല്ലെങ്കിൽ എന്താണ് മുരളിയുടെ മ്യൂസിക് ഡയറക്ടറിന്റെയും അവർ തമ്മിൽ അവിടെ ഒരു ഇതാണ്. അപ്പൊ എന്തായാലും രണ്ടുപേരുടെ വിഷൻ ഈ ഒരു പ്രോജക്റ്റിന് ലൈഫ് കൊടുത്തിരിക്കുന്നതാണ്. അപ്പം വിനുവിന്റെ ഒരു ഡയറക്ഷൻ പോയിന്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ വിനുവിന്റെ ഒരു ഫ്രെയിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂ അത് ഭയങ്കര ബ്യൂട്ടിഫുള്ളി ആണ് അത് ചെയ്യുന്നത്. കാരണം ഞങ്ങൾ ഒരുമിച്ച് പ്ലാൻ ചെയ്ത സംഭവമാണ്. ഇനീഷ്യലി എൻ്റെ മൂവീനെ പ്ലാനിങ് ഉണ്ട്. വിനു തന്നെ പറഞ്ഞു ചേട്ടാ നമുക്ക് ഒരു മ്യൂസിക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം, പിന്നെ ഗ്രാജുവലി വെബ് സീരീസ് അങ്ങനെ മൂവി ഒക്കെ അങ്ങനെ ഗ്രാജുവലി നമുക്ക് ഇംപ്രൂവ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് ഞങ്ങൾ വിനുവിനെ നോക്കിയപ്പോൾ പിന്നെ പ്രിയതമ വന്നു, പിന്നെ അല്ലാണ്ട് മുരളി വന്നിട്ട് പിന്നെ ഞങ്ങളുടെ ടീം ഗ്രാജുവലി ഒക്കെ വന്നു. പിന്നെ ശരണ്യ വന്നപ്പോൾ ആഫ്റ്റർ ബിഗ് ബോസ് അവർ പുറത്ത് വന്നപ്പോൾ ശരണ്യ വന്നിട്ട് പറഞ്ഞു നമുക്ക് അർജുൻ ശ്രീതു തന്നെയാണ് ബെസ്റ്റ് സ്റ്റോറി. അങ്ങനെയാണ് നല്ല നിമിത്തമാണ് പറയുന്നത്. അപ്പോ സ്കൈകോഡ് അങ്ങനെ ഉണ്ടായി. അപ്പോ പിന്നീടാണ് മ്യൂസിക് പോയിന്റ് ഓഫ് വ്യൂ. ബിഗ് ബോസ് ഇറങ്ങിയതിനു ശേഷം എല്ലാ മീഡിയാസും ആ ഒരു ചോദ്യം മാത്രമേ ചോദിക്കുന്നുള്ളൂ. സോ അവര് കംഫർട്ടബിൾ ആവുന്ന ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ശരണ്യ ചേച്ചി അത് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്ത് തോന്നുന്നു. ആക്ച്വലി അവർ രണ്ടുപേരുടെ ഒരു കാര്യം പറയണം, രണ്ടുപേര് ഭയങ്കര പ്രൊഫഷണൽ ആണ്. എല്ലാവരും വിചാരിക്കും ജസ്റ്റ് ഫോർ ദ പോപ്പുലാരിറ്റി ഫാക്ടർ ഞങ്ങൾ അങ്ങനെ ഒന്നുമില്ല.
പോപ്പുലാരിറ്റി നമുക്ക് വേറെ ആക്ടേഴ്സ് ഉണ്ട്, പക്ഷെ അവർ വെരി പ്രൊഫഷണൽ തറോ പോപ്പുലാരിറ്റിന്റെ കാര്യം പറയാൻ അതില്ല, അവർ നെക്സ്റ്റ് ലെവൽ പോപ്പുലർ പേഴ്സൺസ് ആണ്. പക്ഷെ അവർ ഒരു ഷോട്ടിന് വേണ്ടി 3 മണിക്കൂർ നിന്നാണ്. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ഒത്തിരി അവർ കഷ്ടപ്പെട്ട് ഞങ്ങൾക്ക് നല്ല ഔട്ട്പുട്ട് കൊടുത്തു. പിന്നെ ഭയങ്കര തറോ പ്രൊഫഷണൽസ് ആൾക്കാരാണ്. ഡെഡിക്കേറ്റഡ്ലി ഓൾമോസ്റ്റ് നല്ലോണം അവർ സോങ്സ് ഒക്കെ റിഹേഴ്സ് ചെയ്തു, നല്ലോണം സപ്പോർട്ട് ചെയ്തു. പിന്നെ ഞങ്ങളുടെ ക്രൂ ഓൾമോസ്റ്റ് 130+ ക്രൂ ഉണ്ടായി. എല്ലാവർക്കും കൂടെ പ്രോപ്പർലി സപ്പോർട്ട് ചെയ്ത് ഞങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ 2 പേര് ഭയങ്കര പ്രൊഫഷണലാണ്. അവരുടെ എഫേർട്സ്, ഞങ്ങളുടെ മൊത്തം ടീമിന്റെ എഫേർട്സ് നിങ്ങൾക്ക് ഇന്ന് ഞങ്ങളുടെ പ്രീമിയറിൽ കാണാൻ പറ്റും. അപ്പോൾ മുരളിയാണ് പിന്നീട് പാട്ടിന്റെ ഫുൾ ടേക്ക് ഓവർ ചെയ്തത്. ആൻഡ് ഒരു സിംഗറിനെ കിട്ടുക എന്നുള്ളത് അത്രയും ടഫാണ്, ബിക്കോസ് ആ മ്യൂസിക് ആയിട്ട് അവർ ഓക്കെ അടിക്കണം. സോ അവിടെ നിന്നുള്ള ജേർണി മുരളി പറയും. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും ഒരു ബോം ഗുഡ് ഈവനിങ് ആൻഡ് വെരി ഹാപ്പി ടു കൊളാബറേറ്റ് വിത്ത് സ്കൈകോട്ട്. വളരെ വലിയൊരു ഇനിഷ്യേറ്റീവ് ആണ്. നിങ്ങൾ കേൾക്കുമ്പോൾ ഒരു മ്യൂസിക് വീഡിയോയാണ് ലോഞ്ച് ചെയ്യുന്നതെങ്കിൽ പോലും ഐ തിങ്ക് ഒരുപാട് ആശയങ്ങളുള്ളൊരു ഇനിഷ്യേറ്റീവ് ആണ് സ്കൈകോട്ട്. ആൻഡ് കൺഗ്രാറ്റ്സ് ടു ബോത്ത് ഓഫ് യു, ഷർണി ചേച്ചി ആൻഡ് മനീഷ് ബ്രോ ആൻഡ് ദി എൻറ്റയർ ടീം ടു ബ്രിങ് അപ്പ് സച്ച് ആൻ ഇനിഷ്യേറ്റീവ്. സോ ഇതൊരു വളരെ ഫ്രൂട്ട്ഫുൾ ജേർണി ആയിരുന്നു. ഈ ഒരു യാത്ര ഞാൻ ആലോചിക്കുമ്പോൾ ഒരു പാട്ടാണെങ്കിൽ പോലും ഒരുപാട് മെമ്മറീസ്, ഒരുപാട് പ്രയത്നങ്ങളൊക്കെ നടന്നൊരു ജേർണി ആയിരുന്നു. സോ ആദ്യം എന്നെ കോൺടാക്ട് ചെയ്യുന്നത് വിനു ബ്രോ ആണ്. നേരത്തെ പറഞ്ഞ പോലെ മഹേഷും പാലിയും ഓഡിയോ ലോഞ്ചിൽ ഞാൻ പ്ലേബാക്ക് സിംഗറായിട്ട് ഒരു പാട്ട് മനസ്സിൻ പാതിന്റെ ഒരു പാട്ട് പാടിയിരുന്നു. കൂടാതെ ഗഗനചാരി, ഗുമസ്തൻ തുടങ്ങിയ കുറച്ച് സിനിമകളിൽ ഞാൻ ആസ് എ പ്ലേബാക്ക് സിംഗർ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ആസ് എ കമ്പോസർ ആയിട്ട് ഒരു ഫസ്റ്റ് ഓഡിയോ ലോഞ്ചാണ്. സോ ഈഗലി എക്സൈറ്റഡ്. ഈ ഒരു പാട്ട് സിംഗിൾസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്, എൻ്റെ കുറച്ച് പാട്ടുകൾ ഇറങ്ങിയിട്ടുണ്ട്. ബട്ട് ഒരു പ്രൊഡക്ഷൻ ബാനറായിട്ട് അസോസിയേറ്റ് ചെയ്ത് ആദ്യത്തെ ഒരു വർക്കാണ്. സോ എനിക്ക് ആക്ച്വലി ഈ ആശയം പറയുന്നത് ആഫ്റ്റർ വിനു ബ്രോ കണക്റ്റഡ് മീ വിത്ത് മനീഷ് ബ്രോ ആൻഡ് ശരണി ചേച്ചി, ഈ വാക്ക് എനിക്ക് ആക്ച്വലി മനീഷ് ചേട്ടനാണ് പറയുന്നത്. പ്രിയതമാന്നൊരു വാക്ക് ഞാൻ തരാം, ഒരു പാട്ട് ഈ ഒരു വാക്ക് വെച്ച് ക്യൂറേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. കുറച്ച് വോയിസ് ക്ലിപ്സ് എൻ്റെ ഉണ്ട്. പാട്ട് ഇറങ്ങിയ ശേഷം ഞാൻ എല്ലാവർക്കും അയക്കുകയാണ്. ഐ വിൽ ബി റിലീസിംഗ് ദാറ്റ്. വളരെ ആക്ച്വലി ഒരു ഐഡിയ കിട്ടുന്ന ഒരു സംഭവമായിരുന്നു. എനിക്ക് ഇങ്ങനെ ഒരു സാധനമാണ് വേണ്ടത്, പ്രിയതമ ഒരു വാക്ക് മാത്രം വേണം, ബാക്കി നീ എന്താന്ന് വെച്ചാൽ അയക്കോ എന്നുള്ളൊരു കാര്യമായിരുന്നു. സോ ഓബ്വിയസ്ലി ഇതിനകത്ത് ആദ്യം തന്നെ അർജുൻ ചേട്ടൻ ആൻഡ് ശ്രീവചേച്ചിയുടെ കാര്യം പറഞ്ഞിരുന്നു. ഇങ്ങനത്തെ ഒരു റൊമാൻറ്റിക് സോങ് ആണ് വേണ്ടത്, വളരെ ഒരു മോഡേൺ പ്രൊഡക്ഷൻ ആയിരിക്കണം എന്ന് എനിക്ക് എനിക്കൊരു ആശയം ഉണ്ടായിരുന്നു. ആൻഡ് അങ്ങനെ ആ പാട്ട് ആദ്യം ആ ട്യൂണാണ് ഞാൻ കമ്പോസ് ചെയ്യുന്നത്. ആൻഡ് വളരെ നോർമൽ റെക്കോർഡിങ്, ആദ്യം ഒരു സ്നിപ്പെറ്റ് ഞാൻ വെറും ഒരു താനാന പാടി. ഐ സെൻഡ് ടു എവരിബഡി, മനുഷ്യനായാലും വെലുബ്രോൻ എല്ലാവർക്കും അയച്ചു. അവർക്ക് ആദ്യത്തെ ഒരു ട്യൂൺ തന്നെ എല്ലാവർക്കും ഇഷ്ടമായി. സോ ബാക്കി സെക്കൻഡ് സ്റ്റാൻസുകൾ ചെയ്തിട്ട് ഞാൻ ആദ്യം അപ്രോച്ച് ചെയ്ത് നമ്മുടെ PK ഹരിതാനന്ദൻ ചേട്ടനാണ്. സോ ഹരിയേട്ടൻ തന്നെ ഒരുപാട് പാട്ടുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. നമ്മുടെ മനസ്സിൻ പാതയിലായാലും ഗാനം നീയെ എല്ലാം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. സോ അദ്ദേഹം ട്രിവാൻഡ്രത്തേക്ക് വന്നു. ഫ്രം തൃശ്ശൂർ ഈ ട്രാവൽ ടു ട്രിവാൻഡ്രം ഈ പാട്ട് എഴുതാനായിട്ട് നമ്മൾ ഇത്ര ഈസി ഇല്ല പ്രോസസ് ഞാൻ പറയാം. കാരണം എനിക്ക് വലിയ ആഗ്രഹമുണ്ടായി വിനീത് ചേട്ടൻ. കാരണം ഞാൻ ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് പുറത്താണ്. അപ്പോൾ വിനീത് ചേട്ടൻ്റെ കൂടെ എൻ്റെ പ്രൊജക്ട് സ്റ്റാർട്ട് ആവുന്ന എൻ്റെ പേഴ്സണൽ വലിയ ആഗ്രഹം ഉണ്ടായി. പിന്നെ എനിക്ക് ചില സോങ്സ് എൻ്റെ ഫേവറേറ്റ് ഉണ്ടായി, ഹേമന്തമേ, ജീവാംശമായി. അപ്പോൾ ഈ 2 സോങ്ങിന്റെ ലിറിസിസ്റ്റ് BK ഹരിനാരായൺ ചേട്ടൻ, അത് ഞാൻ പിന്നെ മുരളിനെ പറഞ്ഞപ്പോൾ ഡയറക്റ്റ് ഞങ്ങൾ അപ്രോച്ച് ചെയ്തപ്പോൾ ഒത്തിരി ടൈം എടുക്കണ്ടേ. അപ്പോൾ മുരളി അത് വിതിൻ എ വീക്ക് അതൊക്കെ എക്സിക്യൂട്ട് ചെയ്ത്. അതെ, അതിന് ആക്ച്വലി ഒരാൾക്കും കൂടെ ഞാൻ താങ്ക്സ് പറയണം. നമ്മുടെ ദിലീപേട്ടൻ ബബ്ബ എന്നുള്ള സിനിമയുടെ ഷൂട്ട് സമയത്ത് വിനീതേട്ടനായിട്ട് അഭിനയിക്കുന്നുണ്ടായിരുന്നു. സോ ജസ്റ്റ് ടു കണക്ട് ടു വിനീതേട്ടൻ, ഞാൻ ദിലീപേട്ടൻ നമ്മുടെ നല്ല സുഹൃത്താണ്. സോ ദിലീപേട്ടൻ ത്രൂ ആണ് വിനീതേട്ടനെ കണക്ട് ചെയ്തത്. ഓൾസോ താങ്ക്സ് ടു വിൻസെന്റ് ചേട്ടനാണ് വിനീതേട്ടനെ മാനേജ് ചെയ്യുന്നത്. സോ അങ്ങനെ നമ്മൾ പ്രൊഫഷണലി ഒരു ഡേറ്റ് നമ്മൾ എടുത്തിട്ടുണ്ടായി. ആൻഡ് ഞാൻ വിനീതേട്ടനെ റെക്കോർഡ് ചെയ്തത് ചെന്നൈയിലാണ്. സോ ഐ ഓൾസോ വെന്റ് ടു ചെന്നൈ ടു റെക്കോർഡ് ഹിം. ആൻഡ് ഒരു ഷൗട്ട് ഔട്ട് കൂടെ പറഞ്ഞോട്ടെ, നമുക്ക് ഈ പാട്ട് ചെയ്ത മ്യൂസിക് പ്രൊഡ്യൂസർ ക്രിസ്റ്റി ബി വർഗീസ് ഇവിടെ ഉണ്ട് ബ്രോ. സോ ഇദ്ദേഹമാണ് ഈ മ്യൂസിക് പ്രൊഡക്ഷൻ ചെയ്തിട്ടുള്ളത്. സോ മൈ മാനേജർ ശ്രീശാന്ത് ആൻഡ് മൈ പേഴ്സണൽ സ്റ്റാഫ് സാം ഇസ് ഓൾസോ ഹിയർ. സോ അങ്ങനെ ഒരുപാട് പേര് നിങ്ങൾ വെളിയിൽ നിന്ന് കാണുമ്പോൾ മേ ബി ഈ ഒരു 5 പേരായിരിക്കാം അല്ലെങ്കിൽ 6 പേരായിരിക്കാം. പക്ഷേ ഐ തിങ്ക് ഒരു എന്യൂമറസ് നമ്പർ ഓഫ് പീപ്പിൾ ഹാവ് വർക്ക് ബിഹൈൻഡ് ദ സോങ്. മ്യൂസിക്കലി നമ്മുടെ എ.ആർ. റഹ്മാൻ സാറിന്റെ ഫ്ലൂട്ടിസ്റ്റ് നിഖിൽ റാം TP, നമ്മുടെ പൊന്നിയിൻ സെൽവനിലൊക്കെ വായിച്ച നിഖിൽ റാം ചേട്ടൻ വായിച്ചിട്ടുണ്ട്. ശ്രീരാഗ് എന്ന് പറഞ്ഞ വയലിനിസ്റ്റ് വായിച്ചിട്ടുണ്ട്. ആൻഡ് ദീപക് SR എന്ന് പറഞ്ഞ എഞ്ചിനീയർ ആണ്. സോ അത്രയും സപ്പോർട്ട് ഈ പ്രൊഡക്ഷൻ ടീം തന്നതുകൊണ്ടാണ് ഐ വാസ് ഏബിൾ ടു ഗോ ലിമിറ്റ്ലെസ്. എനിക്ക് ഒരു ബൗണ്ടറി ഉണ്ടായിരുന്നില്ല, പുള്ളി ചെയ്തോളൂ. അത്രയും സപ്പോർട്ട് വിനുപ്രോ ആയാലും മനീഷ് ബ്രോ ആയാലും ശരണി ചേച്ചി എല്ലാവരും തന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇവരുടെ ഒരു കെമിസ്ട്രി, ഐ സോ ദ വീഡിയോ. എനിക്ക് സ്കോറിന്റെ ഭാഗമായിട്ട് ഞാൻ അർജുൻ ചേട്ടനെയും ശ്രീജിച്ചിന്റെ വീഡിയോ ആക്ച്വലി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടോന്നറിയില്ല, ഇല്ല പക്ഷെ ഞാൻ സ്കോർ കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ബ്യൂട്ടിഫുൾ കേട്ടോ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. സോ ഇഷ്ടപ്പെടട്ടെ ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ ദാറ്റ്. പക്ഷെ നല്ലൊരു ജേർണി ആയിരുന്നു. താങ്ക്സ് ടു ശരണി ചേച്ചി, മനീഷ് ബ്രോ, വിനു ബ്രോ ആൻഡ് എവറിബഡി ടു മേക്കിംഗ് ദിസ് ഹാപ്പൻ.
അപ്പോൾ ഇനി നമുക്ക് അർജുൻ ശ്രീത്തുനോട് സ്റ്റാർ ഓഫ് ദി നമ്മുടെ പ്രിയതമയ്ക്ക് ലൈഫ് കൊടുക്കാൻ ചോദിക്കണമെങ്കിൽ ചോദിക്കട്ടെ ഇടയ്ക്ക്. പിന്നെ മഞ്ജു ചേച്ചിയും മഞ്ജു ചേച്ചി ഭയങ്കരമായിട്ട് നമുക്ക് എന്താ പറയാ ഈ ഒരു രീതിയിലേക്ക് ഫസ്റ്റ് ഒരു പ്രോജക്റ്റ് ആണ് വന്നേക്കുന്നത് ഈ പാട്ടിന്റെ അർജുൻ വന്നേക്കുന്ന ഫസ്റ്റ് പ്രോജക്റ്റ് ആണ്. അപ്പൊ അതിന്റെ എക്സ്പീരിയൻസ് ഫസ്റ്റ് സെക്കൻഡ് ആണ് ആക്ച്വലി ബിഗ് ബോസിന് മുമ്പേ ചെയ്തിട്ടുണ്ടായിരുന്നു. കോമ്പറ്റീഷൻ ഷൂട്ട്സും അഡ്വർടൈസ്മെന്റ്സ് തന്നെ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. വേറെ കിട്ടിയിട്ടില്ല വേറെ കാര്യം. ബിഗ് ബോസ് കഴിഞ്ഞിട്ടാണ് എനിക്ക് ഓപ്പർച്യൂണിറ്റീസ് വന്നു തുടങ്ങിയത്. സോ ദിസ് സെക്കൻഡ് വൺ ആക്ച്വലി. ഫസ്റ്റ് വൺ ഡിസംബർ റിലീസ് ഉണ്ട് മദ്രാസ് മല. ആൻഡ് സെക്കൻഡ് ഷാനെ വിളിച്ചപ്പോൾ തന്നെ വിംഗേറിന്റെ പാട്ട് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പം ഭയങ്കര എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട പാട്ട്. കുറെ നാളെ ആ ഒരു ടൈപ്പ് ഓഫ് കൈൻഡ് ഓഫ് പാട്ട് കേട്ടിട്ട്. ആൻഡ് വേറെ സ്ക്രിപ്റ്റും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ദെൻ ആക്ടിങ് എന്ന് പറയുമ്പോഴത്തേക്കും ഓരോ ഡേയും പഠിച്ചുകൊണ്ടിരിക്കുന്നു. ആൻഡ് സെക്കൻഡ് വാസ് ഓൾസോ വിത്ത് ശ്രീതു. അപ്പോൾ കംഫർട്ടബിൾ ആയിരുന്നു. ജസ്റ്റ് റിയാക്ട് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ മതിയായിരുന്നു. ചോദിക്കാം. അല്ല വിഞ്ചേട്ടാ പറഞ്ഞായിരുന്നു ഭയങ്കര ഗോസിപ്പ് ഇവര് ഇറങ്ങി കഴിയുമ്പോ ഭയങ്കര ഗോസിപ്പ് വരുന്നുണ്ട്. അപ്പം ഈ ഗോസിപ്പ് വിറ്റ് മാർക്കറ്റ് ചെയ്തിട്ട് പൈസ ഉണ്ടാക്കുന്ന പരിപാടിയായിരുന്നു. തീർച്ചയായിട്ടും അല്ലാതെ വേറെ വഴിയില്ലല്ലോ. കാരണം അതാണ് മാർക്കറ്റിംഗ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങള് ഒരു കാര്യത്തിന് ഫോക്കസ് ചെയ്ത് നിങ്ങൾ ക്യാമറ എടുത്ത് വരുന്നുണ്ടെങ്കിൽ അത് മാർക്കറ്റിംഗ് അല്ലേ. സോ ആ മാർക്കറ്റിംഗ് യൂസ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാണ്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ പാട്ടിനെ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന രണ്ടുപേർ ഇവർ തന്നെയാണ്. സോ ഒബ്വിയസ്ലി എന്താ പറയുക, അത് തന്നെയാണ് ഈ പാട്ട് റീച്ച് ആവണം. അത് ഞങ്ങളുടെ ഇവിടെ ആവശ്യമാണ്. പിന്നെ ഇവര് നിൽക്കുന്ന ഒരു പീക്ക് ടൈമിലാണല്ലോ. ഇവര് ചെറിയ റീൽ ഇട്ടാലും മില്യൺസും ഒക്കെയാണ്. അതൊക്കെ സ്റ്റാർ ആണ് ഇപ്പൊ. സ്റ്റാർ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു വേറെ ആർക്കും അത്രയും റീച്ച് ഇല്ല. ഇപ്പത്തെ ഒരു ഇതില് ഇവരുടെ റീച്ച് ഭയങ്കര റീച്ചാണ്. പക്ഷെ ഞാൻ പ്രൊഫഷണലി അവർക്ക് നല്ലൊരു അവരുടെ ഒരു ഭാഗ്യം. ഞാൻ പറയുന്നത് അതൊരു ഭാഗ്യമാണ് അർജുൻ ശ്രീതു. അങ്ങനെ ഫാൻസ് കിട്ടുന്നത് നല്ല ജെന്യുവൻ ഫാൻസ് ആണ് ഇവർക്ക്. അത് പറയാതെ ഇരിക്കാൻ വയ്യ. അത് ആ പിള്ളേര് ഇവരുടെ വീഡിയോ അല്ലെങ്കിൽ ഇവരുടെ ലൈവ്, ഇവരുടെ റീല്, ഇവര് ശരണ്യ ചേച്ചി ഇവർക്ക് വേണ്ടി ഒരു റീൽ ഉണ്ടാക്കിപ്പിക്കുവോ അല്ലെങ്കിൽ ഒരു ലൈവ് ചെയ്യിപ്പിക്കുവോ. ഐ മീൻ ഇങ്ങനെ നമ്മളെ വീട്ടിൽ പോലെ ഒന്ന് ഇറങ്ങി പോവോ ഇങ്ങനെ പറയുന്നു. പക്ഷെ ഈ പിള്ളേർ എവിടുത്തെ എത്രയോ ദൂരെ നിന്നാണ് ഈ പിള്ളേര് ഇത്ര ഇവർ ലക്കിയാണ്. നല്ല ഫാൻസ്. അതേപോലെ പുള്ളി ടാഗ് ചെയ്തപ്പോ മാറി അല്ലർജുൻ ടാഗ് ചെയ്തു. അതിന് ചീത്തവിളിയാണ്. അവിടെ നല്ല ഫാൻസ് ആണ്, ഒരിക്കലും മറക്കൂല. നല്ല ഫാൻസ് ആണ്. പിന്നെ അബൌട്ട് അർജുൻ ശ്രീതു, ഫോർ മീ ഞാൻ ഒരു മാർക്കറ്റിംഗ് ലെവലിലല്ല, ആക്ച്വലി മാർക്കറ്റ് മാത്രം നോക്കിയല്ല ഞാൻ പറഞ്ഞത്. എനിക്ക് ആ ബിഗ് ബോസ് ഹൗസിൽ എനിക്ക് കണക്റ്റഡ് ആയിട്ടുള്ള ഫ്യൂ or 4, 5, 6 മെമ്പേഴ്സ് ആണ്. അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് കണക്ട് ആദ്യം വരുന്നത് ശ്രീതു, പിന്നെ അർജുൻ. ഇവരൊക്കെ ആയിരുന്നു എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നത്. ഇനി ഞാൻ കരഞ്ഞാൽ അല്ലെങ്കിൽ ചിരിച്ചാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് പറയാൻ എപ്പോഴും ഇവരായിരുന്നു ഉണ്ടായിരുന്നത്. സോ ഈ പാട്ട് ഇവർക്ക് ആപ്റ്റ് ആണെന്ന് ഉറപ്പായി കഴിഞ്ഞ ശേഷം മാത്രം, അല്ലെങ്കിൽ നമുക്ക് വേറെ കുറെ എടുക്കാം. പക്ഷെ ഇവര് പിന്നെ പ്ലസ് യെസ് അഭിമാനത്തോടെ പറഞ്ഞു ദേ ആർ നമ്പർ 1 ഇൻ മാർക്കറ്റ്. ഇപ്പൊ ശ്രീതു, ഇതിന്റെ മുമ്പ് നിങ്ങളൊരു രണ്ടുപേരും ഒരു എനിക്ക് കല്യാണ പെണ്ണ് ചെക്കൻ്റെ ഒരു കോസ്റ്റ്യൂമിൽ ഒരു ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു. ക്രിസ്ത്യൻ ഒരു വേഷത്തിൽ ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു ബോട്ടിക്കിന് വേണ്ടി. അപ്പം അത് ചെയ്തു. അപ്പൊ അത് ചെയ്തപ്പോൾ ഒരുപാട് ആൾക്കാർ നിങ്ങൾ ഒരു കിച്ചു കല്യാണം കഴിഞ്ഞു എന്നൊക്കെ ഒരുപാട് കമന്റുകളൊക്കെ വരാറുണ്ട്. അപ്പൊ അതിനുശേഷം പിന്നെ ഇപ്പൊ കല്യാണം കഴിക്കുന്നു. ഇത് ആൾക്കാരുടെ ഇടയിലേക്ക് ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഭൂമി പിന്നെയും കൊടുക്കില്ലേ നിങ്ങൾ? ഇത് എനിക്ക് വന്നിട്ട് പേഴ്സണായിട്ട് എനിക്ക് അത് മൈൻഡിൽ ഞാൻ എടുക്കുന്നില്ല. ബിക്കോസ് ഞാൻ ഈ ഒരു പ്രൊഫഷണൽ ഇതിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ ഇതിനു മുമ്പും എനിക്ക് അതുപോലൊക്കെ വന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് മനസ്സിലാവും ആൾക്കാർക്ക്. മേ ബി ഇന്നോ ഇല്ല നാളെയോ ഇല്ലോ മറ്റന്നാളോ എപ്പോഴെങ്കിലും ഒരു ദിവസം മനസ്സിലാവും ഇതൊരു ആക്ടിങ് ആണ്, ഒരു സംഭവമാണ്. അപ്പൊ ഇത് പറയണത് ഒറിജിനലായിട്ട് ഒന്നാവില്ലേ? ഇല്ല, അതാണ് എന്റെ ചോദ്യം. ഇല്ല. പ്രതീക്ഷിക്കാൻ പറ്റില്ല. അയ്യോ, കൂടുതലായിട്ട് ഫാൻസ് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലുള്ള ഒരു എന്റെ അറിവില് ഫാൻസ് എന്ന് പറഞ്ഞ പിള്ളേർക്ക് ഇഷ്ടം ഞങ്ങളുടെ മൊമെന്റ്സ് കാണാനും അത് റീക്രിയേറ്റ് ചെയ്യുന്ന കാണാനും, അല്ലെങ്കിൽ ഒരുമിച്ച് കല്യാണം അത് ഞങ്ങളുടെ
പേഴ്സണലി എന്നോട് പറഞ്ഞിട്ടില്ല. അപ്പം പലർക്കും പല രീതിയിൽ പറയാം. സോ അവർ പേഴ്സണലി ഇഷ്ടപ്പെടുന്ന ഞങ്ങളുടെ മൊമെന്റ്സ്, ബിഗ് ബോസിൽ കുറെ മൊമെന്റ്സ് അവർ കണ്ട് ഇഷ്ടപ്പെട്ട ആൾക്കാർ, അത് പിള്ളേർ മാത്രമല്ല, ഏജ് ഇല്ല, കുറെ അപ്പം അച്ഛന്മാരും അമ്മമാരും കുറെ പേര് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. സോ അവർക്ക് ആ മൊമെന്റ്സ് ഇപ്പം ബിഗ് ബോസ് ഇല്ലാത്തതുകൊണ്ട് എഗെയിൻ ലൈവ് റെക്കോർഡ് ചെയ്ത് വരുന്നൊക്കെ മേടിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. സോ അങ്ങനത്തെ ഒരു മൊമെന്റ്സ് അവർക്ക് മിസ് ചെയ്യുന്നുണ്ട്. ലൈക്ക് സംവാട്ട് ഇപ്പൊ ഞാനും നമ്മളും ചെറുപ്പത്തിൽ ഇപ്പം കുറെ തിങ്സ് മിസ് ചെയ്യുന്നുണ്ട് ഇപ്പൊ ചാനലിലൊക്കെ. അപ്പൊ അതുപോലെ മിസ് ചെയ്യുന്നതുകൊണ്ട് അവര് പിന്നെ റീൽസ് അല്ലെങ്കിൽ വീഡിയോ ചോദിക്കുന്നുണ്ട്. അപ്പൊ അതാണ് അതിന്റെ ഒരു, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് വർക്ക്സും വന്നത്. ഇപ്പൊ ഈ ഒരു പ്രൊജക്റ്റ് ആണെങ്കിലും ലൈക്ക് പീപ്പിൾ ആ ടൈമിൽ ഓഡിയൻസ് എൻജോയ് ചെയ്യും. സോ ആ ഇതാണ്, വേറെ ഒന്നുമില്ല. ഇത് ഗിഫ്റ്റ് ഇത് ഞാനല്ല, ഇതിപ്പോ പ്രൊഡക്ഷൻ തീരുമാനിച്ചു. ഞാനൊരു ആർട്ടിസ്റ്റാണ്, ഇവരൊരു ആർട്ടിസ്റ്റാണ്, ബാക്കിയുള്ളൊരു ആർട്ടിസ്റ്റാണ്. അപ്പൊ ആ ഒരു സ്ക്രിപ്റ്റിൽ ആ ഒരു പ്രൊജക്റ്റിൽ പ്ലേസ് ചെയ്യാൻ പറ്റി. അങ്ങനെ ഞങ്ങൾ ചെയ്തോ നല്ലത്. ഞങ്ങൾ ഗിഫ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ഞങ്ങളാണ് ചെയ്യുന്നതല്ലേ ഗിഫ്റ്റ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ബട്ട് ലൈക് പ്രൊഡക്ഷൻ പറയുന്നത് എന്താ പറയുക, ഗിഫ്റ്റ് ആണ്. ആക്ച്വലി ആദ്യം നമ്മൾ ഇങ്ങനെ ഗിഫ്റ്റ് ആവോ എന്തോന്നൊന്നും വിചാരിച്ചില്ല. പക്ഷെ ഇതിന്റെ മോഷൻ പോസ്റ്റർ റിലീസ് ചെയ്ത് കഴിഞ്ഞ് ഇത് മില്യൻസിൽ പോയി കഴിഞ്ഞപ്പോ എനിക്ക് ഫീൽ ചെയ്യുന്നു ഇതൊരു ഗിഫ്റ്റ് ആയിട്ട് അവരെടുത്തിരിക്കുന്നത്. മീൻസ് ഞങ്ങൾക്ക് ഒരു അനുഗ്രഹമായിട്ടാണ് അത് ഫീൽ ചെയ്തിരിക്കുന്നത്. സീരിയസ്ലി ഇപ്പം അർജുൻ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അതിൽ ഞാൻ തീർച്ചയായിട്ടും അക്സെപ്റ്റ് ചെയ്യുന്നു ആ കാര്യം. ഈ ബിഗ് ബോസിനകത്ത് ഇവരുടെ ഒരു തമാശ, ചിരി, കളി, ക്യൂട്ട്നെസ് ആണത്. അപ്പൊ ആ ഒരു സംഭവം ബിഗ് ബോസ് നിന്ന് കഴിഞ്ഞപ്പോ പല ആൾക്കാരും അത് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവരുടെ ഫാൻസ് അത് ഇങ്ങനത്തെ ഇന്റർവ്യൂ അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രസ് മീറ്റ് അല്ലെങ്കിൽ അതിൽ കൂടെയാണ് അവര് റീകളക്ട് ചെയ്യുന്നത്, അവരത് ആഘോഷിക്കുന്നത്. സോ അതിനാണ് അവര് കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്നത്. നോട്ട് ഫോർ ഇവരുടെ പേഴ്സണൽ ലൈഫ് എന്താന്ന് പറയാനല്ല ആക്ച്വലി. ബിഗ് ബോസിനെ ബേസ് ചെയ്തിട്ട് ഒരു അസോസിയേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങളത് പങ്കാളികളാണ്. അതിനകത്ത് ആക്ച്വലി എല്ലാവരും മെമ്പർ ആണ്. ബട്ട് ഓൾറെഡി എന്റെ കാര്യം ചോദിച്ചാൽ എനിക്ക് അവിടുത്തെ അറിയില്ല. എന്റെ കാര്യം ചോദിച്ചാൽ ഞാൻ അതിനകത്ത് സൈലന്റ് ആണ്. ബിക്കോസ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐ വിൽ ബി ലിറ്റിൽ സൈലന്റ്. ഞാൻ അങ്ങനെ ഭയങ്കര ആക്റ്റീവ് പേഴ്സൺ അല്ല. ഐ മീൻ ഗ്രൂപ്പ്സിലൊക്കെ യെസ്, അതിനകത്ത് ഞാൻ മെമ്പറാണ്. അതിനകത്തുണ്ട്, ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഉണ്ട്. അത് ആക്റ്റീവ് ആയിട്ടിരിക്കുന്ന ബോർഡ് മെമ്പേഴ്സ് ഒക്കെ ആണ്. അപ്പം അതിനെപ്പറ്റി എനിക്ക് വലിയ ഐഡിയ ഇല്ല. ബെറ്റർ ആൾക്കാർ ചോദിക്കുന്നത് നല്ലത്. അതിനിപ്പോ ഈ പറഞ്ഞ പഴയ അതായത് ചെറുപ്പ കാലഘട്ടങ്ങളിൽ നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ ഏതെങ്കിലും രണ്ടുപേരെ ഒരു പെൺകുട്ടിയെ കൂട്ടി നമ്മളെ പേര് പറയുമ്പോൾ ഗോസിപ്പ് ഇറങ്ങുമ്പോൾ അതുകൊണ്ട് ചെറിയതായിട്ടെങ്കിലും ഉള്ളിൽ ചിലപ്പോൾ ഒരു ഇഷ്ടമൊക്കെ തോന്നിപ്പോയിട്ടുണ്ടാവും. അതനുസരിച്ച് പോയിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ മലയാളികളിലും വിശ്വാസമൊക്കെ തോന്നിയിട്ടുണ്ട്. അപ്പൊ അതുപോലൊരു എപ്പോഴെങ്കിലും മനസ്സിൽ ഒരു ഇഷ്ടം, ആ രീതിയിലുള്ള ഒരു ഇഷ്ടം തോന്നിയിട്ടുണ്ടോ? എനിക്ക് ഞാൻ ഇപ്പൊ ഇന്റർവ്യൂവിലും ബിഗ് ബോസിലും പറഞ്ഞ എന്റെ ഒരു ഫീമെയിൽ വേർഷൻ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. ലൈക്ക് അതിപ്പം ലൈക്ക് ഇത് ഞങ്ങളിപ്പോ നിങ്ങളിപ്പോ പുറത്തിറങ്ങിയിട്ടാണ് ഞങ്ങൾ ഇത്രയും കാണുന്ന വീഡിയോസ് ഒക്കെ. ഞങ്ങൾ ഇത് ക്രിയേറ്റ് ചെയ്തൊരു ബോണ്ട് ഷോയ്ക്കുള്ളിൽ തന്നെയുണ്ട്. അതിപ്പോഴും ഉണ്ട്, സ്റ്റിൽ അത് മുമ്പോട്ട് അതുപോലെ തന്നെയാണ്. രണ്ടുപേരും സിംഗിൾ ലൈഫ് എൻജോയ് ചെയ്യുന്നുണ്ടോ? ഒരു ലൈഫല്ലേ എൻജോയ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ആൽബത്തിൽ എല്ലാവരും ഉണ്ടോ? ബിഗ് ബോസിൽ എല്ലാരും ഇല്ല. അർജുൻ, ശ്രീതു, ഞാൻ, സിജോ, രതീഷ്. ഇല്ല ജിൻഡോ ഇല്ല. ജാസ്മിൻ ഗബ്രി ഇതിലില്ല. ഫ്യൂച്ചറിൽ ചിലപ്പം കാണാം. പറഞ്ഞത് എങ്ങനെയാണ് നിങ്ങൾ രണ്ടുപേരുടെ ഒരു ഇതെന്ന് ഹിന്ദി സംസാരിച്ചോണ്ടാണ്. അപ്പൊ ഞാൻ അത് മലയാളത്തിൽ തന്നെ പറയാം. ഞങ്ങൾ രണ്ടുപേർക്കും കോമൺ ഫാക്ടർ ഒരു ഹിന്ദിയാണ്. ഐ മീൻ നോർത്ത് ഇന്ത്യയിൽ ജനിച്ചു വളർന്ന ഒരു ഇത് മനുഷ്യനാണെങ്കിലും അങ്ങനെയാണ്, ഞാൻ അങ്ങനെയാണ്. സോ ഹിന്ദി ഒരു മെയിൻ ഫാക്ടറാണ്. ഹിന്ദി ലാംഗ്വേജ് സംസാരിച്ചാണ് ഞങ്ങൾ കണക്ട് ആവുന്നത്. പിന്നെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഈ ഫീൽഡിലുള്ള അല്ലെങ്കിൽ എൻ്റെ ഫീൽഡ് ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കണം എൻ്റെ ലൈഫ് പാർട്ട്ണർ ആവേണ്ടത്. അപ്പോൾ മനുഷ്യൻ സ്റ്റൈൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ്. പക്ഷെ എൻ്റെ ദൈവം പ്രാർത്ഥന കേട്ടു. ഇന്ന് സ്കൈകോഡിൽ മനുഷ്യനാണ് എല്ലാം. ഐ മീൻ ഞാൻ എൻ്റെ പേര് മാത്രമേ ഉള്ളൂ, ശരണ്യ ആനന്ദ് പ്രസൻസ്. എല്ലാം മനുഷ്യനാണ് എൻ്റെ പുറകിലെല്ലാം ചെയ്തിരിക്കുന്നത്. സോ താങ്ക്സ് ടു മനുഷ്യട്ട. ആൻഡ് ഒരു ഭാര്യയ്ക്ക് ഏറ്റവും വലിയ അഭിമാനമായിരിക്കും ഭർത്താവ് എപ്പോഴും പറയുന്നത് ഭാര്യയുടെ പേര് മുന്നിട്ട് വെക്കാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അത് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഐ ആം ലക്കി.
ഭലേ ഭലേ. 2 ദിവസം മുന്നേ അഭിഷേക് ശ്രീകുമാർ തുടങ്ങിയ അസോസിയേഷൻ കുറച്ച് പേരുടെ വ്യക്തി താല്പര്യത്തിന് വേണ്ടി തുടങ്ങിയിട്ടുള്ളതാണ്. അല്ലാണ്ട് മുന്നോട്ടുള്ള പോക്കല്ല. കൂടെ ബിഗ് ബോസിലെ ഭൂരിഭാഗം ആൾക്കാരെ വിളിച്ചിട്ടില്ല. കുറച്ച് ആൾക്കാരെ എനിക്ക് വിളിക്കാനുണ്ട്. എന്നോട് പേഴ്സണലി എനിക്ക് വിളിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനോട് എന്താ നിങ്ങൾക്ക് പറഞ്ഞത്? നിങ്ങളുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാരല്ലേ? അത് അഭിഷേക് അല്ല എന്റെ ആൻസർ തരാൻ ഏറ്റവും ബെസ്റ്റ് ആണ്. ബിക്കോസ് അഭിഷേകിന്റെ അപ്പം അഭിഷേകിന്റെ ഒരു പോയിന്റ് അല്ല അത്. അപ്പം അത് ആളുടെ പോയിന്റ് ആണ്. എന്റെ പോയിന്റ് എന്ന് വെച്ചാൽ ഞങ്ങൾ എല്ലാവരും ഒരു ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. അതിൽ കുറച്ച് പേര് ആക്റ്റീവ് ആണ്, കുറച്ച് പേര് സൈലന്റ് ആണ്. അവരവരുടെ ഓരോ ബിസി ഷെഡ്യൂൾ ആയിരിക്കാം. ബട്ട് ഞങ്ങൾ അതിലേക്ക് അങ്ങനെ ഒത്തിരി ബിഗ് ബോസ് എന്ന് പറഞ്ഞ് പോകാൻ നമുക്ക് ഐ മീൻ അങ്ങനെ ചെയ്യുന്നില്ല. നമ്മൾ പല കാര്യങ്ങൾ, പല വർക്കുകൾ, നമ്മളെല്ലാവരും ബിസിയാണ്. സോ കാരണം എല്ലാ കണ്ടസ്റ്റൻസിനെ കൂട്ടി ചേർത്തിട്ടാണ് ഈ അസോസിയേഷൻ സ്റ്റാർട്ട് ചെയ്തില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ എല്ലാവരും പോകേണ്ടതാണ്. പക്ഷെ ഈ പറഞ്ഞല്ലോ, ഇപ്പൊ എല്ലായിടത്തും ഇൻവിറ്റേഷൻ കൊടുക്കുന്ന എല്ലാവരും വരാറില്ല. എല്ലായ്പ്പോഴും എല്ലാവർക്കും വരാൻ സാധിക്കില്ല. എനിക്കറിയത്തില്ല, അത് അഭിഷേകിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്. അർജുൻ കണ്ട ഏറ്റവും ഒരു കാര്യം എന്തായിരിക്കും, ഇഷ്ടപ്പെട്ടൊരു കാര്യം? അല്ല, ഇഷ്ടപ്പെട്ടൊരു കാര്യം. ശ്രീധുനോട് ഈ ശരണ്യ ഈ കഥ അല്ലെങ്കിൽ ഈ തോട്ട് പറയുമ്പോൾ ശ്രീധുവിന് ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു? ഒരിക്കലുമില്ല. ബിക്കോസ് എന്റെ ഫീൽഡ് ഇതാണ്, നടിക്കുന്നതാണല്ലോ. സോ ഒരിക്കലുമില്ല. അല്ല, അർജുന്റെ കൂടെയാണ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോ ഇല്ല, പ്രൊഫഷണൽ ആയിട്ട് വരുന്നത് കൊണ്ട് സീരിയസ്ലി എനിക്ക് പ്രോബ്ലം ഇല്ല. അർജുനോട് സംസാരിച്ചു അർജുനോട് എന്തിനു സംസാരിക്കും? നിങ്ങൾ ഒരുമിച്ചല്ലേ വർക്ക് ചെയ്യണം? ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന സമയത്ത് സംസാരിക്കും. ഈ ത്രോട്ട് പറഞ്ഞ സമയത്ത് അർജുനോട് സംസാരിച്ചായിരുന്നു ചോദിച്ചത്. അർജുനോട് ഇത് പറഞ്ഞിട്ട് സംസാരിച്ചു. ഞങ്ങളുടെ ഒരുമിച്ചാണ് മ്യൂസിക് ഷെയർ ചെയ്തല്ലോ. ഇപ്പൊ ശ്രീധുനെ കോൾ വിളിച്ച് വെച്ച ഉടനെ അർജുനെ കോള് പോകുന്നത് മനസ്സിലായി. 1 മിനിറ്റ് ഡിഫറൻസിൽ എനിക്ക് തോന്നില്ല ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും കോള് വിളിക്കും, ഞാൻ ഗ്യാപ്പ് കൊടുക്കുന്നുണ്ടെന്ന്. സോ ഇതാണ് സത്യം. സോ ആദ്യം ശ്രീധുവിനോട് കംഫർട്ടബിൾ ചോദിച്ചു, ശ്രീധു കംഫർട്ട് ആണോ? ശ്രീനോട് ചേച്ചി ഇത് പ്രൊഫഷൻ ആണ്, ഐ എം കംഫർട്ടബിൾ. അർജുനോട് ചോദിച്ചു, അർജുൻ ഹാപ്പിയാണ് വിത്ത് സോ he told I am okay, deal. And avada vannittu they are pakka professional and they are good buddies also. They are like my bro and sis. So eniki avaru thanne oru comfort adipoliyayirunnu. I am so happy with them. വിനോദ് ലാസ്റ്റ് പറയുന്നത്. അപ്പൊ ഇനി അടുത്ത ഗോസിപ്പ് വരുമ്പോൾ ജാസ്മിൻ ഗബ്രി ഭയങ്കരമായിട്ട് റീച്ച് നിൽക്കുകയാണ്. അപ്പൊ ഉടനെ ജാസ്മിനും ഗബ്രിയും വെച്ചിട്ട് ഒരു ആൽബം ഉണ്ടാവും? അവർ സമ്മതിച്ചിട്ടുണ്ടോ? നമുക്ക് അതിനനുസരിച്ചുള്ള പ്രോജക്ട് ഉണ്ടെങ്കിൽ അവർ ചെയ്യും. ഒരു ആർട്ടിസ്റ്റ് ആവുന്നത് അവർക്ക് ആപ്റ്റ് ഉള്ള ഒരു സംഭവം ഡയറക്ടർ കൊടുക്കുകയോ അല്ലെങ്കിൽ പ്രൊഡ്യൂസർ കൊടുക്കുകയോ ചെയ്യുമ്പോഴാണ് നമ്മൾ ഒരു ആർട്ടിസ്റ്റ് ആവുന്നത്. അവരെ തന്നെ മാർക്കറ്റ് ചെയ്ത് അവർക്ക് റീച്ച് ഉണ്ടെന്ന് കാണിക്കുമ്പോഴാണ് നമ്മളെ ക്രിയേറ്റേഴ്സ്, ബിക്കോസ് നമ്മളെ ക്രിയേറ്റേഴ്സിന് വേണ്ടത് എന്താ, ആൾക്കാർ നിങ്ങൾ കാണുക എന്നുള്ളതാണ്. നിങ്ങളെ ഞാനിപ്പോ നിന്നെ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ എത്ര പേര് കാണും? ഇവരെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാർ ഷെയർ ചെയ്ത് കാണുമ്പോഴേക്ക് എല്ലാം മിക്സ് വേണം, ക്വാളിറ്റി വേണം, പോപ്പുലാരിറ്റി വേണം. ഇതൊരു സ്റ്റാർട്ടിംഗ്. അപ്പൊ ഇവരുടെ ജസ്റ്റ് ഇവര് പോപ്പുലർ ഉണ്ട്, പക്ഷെ അത് നല്ലോണം ആക്ട് ചെയ്തില്ലെങ്കിൽ അത് പ്രശ്നം. അവർ നല്ലോണം ആക്ട് ചെയ്ത് പ്രൊഫഷണലി അത് നല്ല വിചാരിച്ച കാലം നല്ല അവരുടെ ലെവലിലേക്ക് കൊണ്ടുപോയി. അപ്പൊ അത് പ്രൊഫഷണലിസമില് തന്നെ വരും, നാച്ചുറൽ ആയിട്ട് വരില്ല. അപ്പൊ അത് നമുക്ക് അതിനെ വേണ്ടി ഇപ്പം റീച്ച് ഉണ്ട്, ആക്ടിങ് അറിയത്തില്ല, എല്ലാം ചെയ്യിപ്പിച്ചു. എന്താ കാര്യം? ഞാൻ ചോദിക്കുന്നത് റീച്ച് എല്ലാം ഉണ്ട്. ഞാൻ ഇവരുടെ കാര്യമല്ല പറയുന്നത്, ഗബ്രിയുടെ കാര്യമല്ല, ജാസ്മിന്റെ കാര്യം, ആരുടെയും കാര്യമല്ല. ഞാൻ എക്സാമ്പിൾ നോക്കുക, റീച്ച് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അവർക്ക് ഫ്രെയിമിലൊന്നും കൊടുക്കുക, ഇൻപുട്ട് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു കാര്യമില്ല. സോ ദ തിങ് ഈസ് ഇവരുടെ ടാലൻസ് അവിടെ പ്ലേസ് ചെയ്തുകൊണ്ടാണ് ഐ മീൻ ആൾക്കാർക്ക് ഇഷ്ടം വരാൻ പോകുന്നത്. സോ ടാലന്റ് വേണം, ടാലന്റ് ആണ് ഫസ്റ്റ് ഇമ്പോർട്ടൻസ്, റീച്ച് അല്ല. കൈതാത്തു സുരേഷ് അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ചെയ്യണം. അതിന് ഒരു കണ്ടന്റ് ചെയ്യണമെങ്കിൽ റീച്ചുള്ള ആൾക്കാർ മാത്രം പോരാ. നമ്മളൊരു കണ്ടന്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ കണ്ടന്റ് യോജിച്ച ആൾക്കാർ ആരൊക്കെയാണ്? ഇപ്പൊ ഫോർ എക്സാമ്പിൾ എനിക്ക് പാട്ടിന് വേണ്ടത് ഒരു കപ്പിളിനെയാണ്. സോ ഞാൻ നോക്കുന്നത് എന്താ, എനിക്ക് ഏറ്റവും
ഓഡിയൻസിനെ റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് കപ്പിളിനെയാണ് നോക്കുന്നത്. സോ ഓരോ പ്രൊജക്റ്റ് അങ്ങനെ തന്നെ. ഇപ്പോൾ ഒരു സിനിമ ആയിക്കോട്ടെ, സീരിയലായിക്കോട്ടെ, ഷോർട്ട് ഫിലിം ആയിക്കോട്ടെ, ആൾക്കാരെ റീച്ച് ചെയ്യുക എന്നുള്ളതാണ് ഒരു ക്രിയേറ്ററിന്റെ മെയിൻ ഉദ്ദേശം. സോ എനിക്ക് ഓഡിയൻസിലേക്ക് ഈ സോങ് ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ജോഡി ഇവരായിട്ട് എനിക്ക് തോന്നി. അതിന് ഞാൻ ഇവരുടെ റീച്ച് മുതലെടുക്കുന്നുണ്ട്. കാരണം എനിക്കറിയാം ഇവരെ വെച്ച് ഒരു സാധനം ചെയ്താൽ അത് ഇങ്ങനെ ഒരു കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ എത്ര റീച്ച് ആവുമെന്ന് എനിക്കും അറിയാം, ഇവർക്കും അറിയാം, ഇത് ചെയ്ത പ്രൊഡക്ഷൻ കമ്പനിക്കും അറിയാം. സോ ഒരു പ്രൊഡക്റ്റ് അങ്ങനെ ഉണ്ടാവുക, അല്ലാതെ നമ്മൾ റീച്ചുള്ള എല്ലാവരെയും എടുക്കണം എന്നല്ല ഉദ്ദേശിച്ചത്. ആ കണ്ടിന്യൂ ആപ്റ്റ് ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആൾക്കാർ. നമ്മൾ ഒരു സിനിമ, ഒരു ഡയറക്ടറായി ഞാൻ ഒരു സിനിമ പ്ലാൻ ചെയ്താൽ ഞാൻ ചിലപ്പോൾ ലാലേട്ടനെ റീച്ച് ചെയ്യാൻ നോക്കുള്ളൂ. ലാലേട്ടനെ കിട്ടിയെങ്കിൽ അടുത്ത ആള്. സോ എല്ലാ പ്രോസസ്സും അങ്ങനെ തന്നെ. അപ്പൊ ഞാൻ ഏറ്റവും ബെസ്റ്റ് ആൾക്കാരെ നോക്കി, എനിക്ക് ബെസ്റ്റ് ആൾക്കാരെ കിട്ടി. അതിന് താങ്ക്സ് ടു ശരണ്യ. ബിക്കോസ് ശരണ്യാണ് അതെല്ലാം കൺവിൻസ് ചെയ്ത് അവരെ. കാരണം നമുക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു, ഇതുപോലത്തെ പ്രൊജക്ട് അല്ലെങ്കിൽ ഒരു കല്യാണ പ്രൊജക്റ്റ് ആണ്. സോ അവർ ഓക്കെ പറഞ്ഞില്ലെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ഓപ്ഷൻ, കാരണം കണ്ടന്റേ മാറ്റിക്കളയണം. വേറെ ആൾക്കാർ ചിലപ്പോൾ കല്യാണം കഴിക്കുന്നത് ഓഡിയൻസ് കാണാൻ അത്രയും ഇൻട്രസ്റ്റ് ഉണ്ടാവണമെന്നില്ല. സോ ഫ്രോം മൈ പോയിന്റ് ഓഫ് വ്യൂ എനിക്ക് റീച്ച് ഉള്ള ആൾക്കാരെ തന്നെ വേണം. ബിക്കോസ് ഇതൊരു ന്യൂ കമ്പനിയാണ്. സ്കൈകോഡ് എന്ന് പറഞ്ഞാൽ നെയിം പോപ്പുലർ ആവണമെങ്കിൽ എനിക്ക് ഇവരുടെ റീച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. സോ അങ്ങനെയാണ് ഞാൻ റീച്ചിലേക്ക് എത്തിയത്. ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങൾ എത്രയൊക്കെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാലും ആസ് എ പ്രൊഡ്യൂസർ നിങ്ങൾ പൈസ കുറച്ച് ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ, ഇതിന്റെ റിട്ടേൺ എങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടുക? കുറച്ചൊന്നുമില്ല, അത്യാവശ്യം നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് സോങ് തട്ടിക്കൂട്ടി എടുക്കാം. ഇപ്പൊ ആൽബം എന്ന് പറയുന്നത് നമുക്ക് സോങ് തട്ടിക്കൂട്ടി എടുക്കാം. പക്ഷെ ഇവിടെ തട്ടിക്കൂട്ടൽ അല്ല നമ്മൾ കൂടുതൽ ചെയ്തത്. നമ്മൾ എങ്ങനെ ഇതിന്റെ ക്വാളിറ്റി എങ്ങനെ, അല്ലെങ്കിൽ ഫ്രെയിംസിന്റെ ക്വാളിറ്റി, അല്ലെങ്കിൽ ക്യാമറയുടെ ക്വാളിറ്റി, അല്ലെങ്കിൽ ലൊക്കേഷൻ, അങ്ങനെ നമ്മൾ ഓരോ ക്വാളിറ്റി വൈസ്, അല്ലെങ്കിൽ കോസ്റ്റ്യൂമിന്റെ ആയാലും, ബബിഷയാണ് ഇതിലെ കോസ്റ്റ്യൂം ചെയ്തിരിക്കുന്നത്. അപ്പം ബബിഷയിലെ കോസ്റ്റ്യൂമില് സാരീസും ബ്ലൗസ് ഹാൻഡ് വർക്ക്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ സിമ്പിൾ അല്ല, കളർഫുൾ ആകാനായിട്ട് കുറെ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. സോ ബഡ്ജറ്റ് നല്ല രീതിയിലായിട്ടുണ്ട്. മെയിൻലി നമ്മൾ ഈ സോങ് ചെയ്തത് സിനിമയിലേക്ക് എത്താൻ വേണ്ടിയാണ്. ഫോർ എക്സാമ്പിൾ നമ്മുടെ മെയിൻ ഉദ്ദേശം മൂവി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്, മൂവി പ്രൊഡക്ഷനിലേക്കുള്ളത്. സോ ഇത് നമ്മുടെ ഒരു ബ്രാൻഡിങ് ചെയ്യാൻ വേണ്ടി, നമ്മുടെ സ്കൈകോഡ് എന്ന ബ്രാൻഡിങ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സോങ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആ സോങ്സിലൂടെ നമ്മുടെ പ്രൊഡക്റ്റ് ബ്രാൻഡ് ചെയ്തിട്ട് നമ്മളൊരു ഉഗ്ര മൂവിയായിട്ട് വരുന്നുണ്ട് 2025. സോ അതിലേക്ക് എത്തിപ്പെടാൻ ഈ സോങ് ഹെൽപ്പ് ചെയ്യുന്നു കരുതുന്നു. പിന്നെ ഈ ചോദ്യം ചോദിച്ചല്ലോ, എത്രത്തോളം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിലാണ് എനിക്ക് കിട്ടാൻ പോകുന്ന ഇൻകം. അപ്പോൾ എല്ലാവരും സ്കൈകോഡ് പ്രൊഡക്ഷൻ ഹൗസിനെ ഷെയർ, ലൈക്ക്, സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് എൻ്റെ ബാങ്കിലേക്ക് അക്കൗണ്ടിലേക്ക് ഒന്ന് ഫില്ല് ചെയ്തതാണ്. അത്രയേ ഉള്ളൂ. അല്ല അല്ല അല്ല, നമ്മൾ കുറെ പ്ലാറ്റ്ഫോംസിൽ റിലീസ് ചെയ്യും. യൂട്യൂബിൽ ഇപ്പോൾ പ്രീമിയർ ആണ്, ഞങ്ങളുടെ 630 വേൾഡ് പ്രീമിയർ ആണ്. പിന്നെ മ്യൂസിക് പ്ലാറ്റ്ഫോം 45+ മ്യൂസിക് പ്ലാറ്റ്ഫോമിൽ ഉണ്ടാവും. അല്ല, യൂട്യൂബിൽ നിങ്ങൾ ടെലികാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ OTT പ്ലാറ്റ്ഫോം പർച്ചേസ് ചെയ്യും. OTT അല്ല, OTT ഇത് ശരണ്യത് ഓൾറെഡി ഓഡിയോ പ്ലാറ്റ്ഫോംസ്, ഓഡിയോ മ്യൂസിക് സ്പോട്ടിഫൈ ഒക്കെ ഉണ്ടാവും. പിന്നെ ഞങ്ങളുടെ സ്കൈകോഡ് ലേബലാണ്, പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ട്. പിന്നെ ശരണ്യത് ഓൾറെഡി സ്റ്റാർട്ടഡ് അങ്ങനത്തെ ഒരു റെക്കോർഡ് ലേബൽ ആണ്. അപ്പൊ അത് റെക്കോർഡ് ലേബൽ ടി സീരീസ് സാരഗമ അങ്ങനെയില്ല. അപ്പൊ അതിന്റെ റവന്യൂ ഒക്കെ എന്താ പറഞ്ഞേ, സിനിമയിലാണെങ്കിൽ ഇവരെ കാസ്റ്റിംഗ് ആയിട്ടുണ്ടാവുന്നു. തീർച്ചയായിട്ടും ഇവരെന്താ എടുക്കാതിരിക്കുന്നത്, ഇവരെന്താ അടിപൊളിയായിട്ടല്ലേ ഇവർ ഈ പാട്ടിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. എടുക്കും, തീർച്ചയായിട്ടും ഞാൻ എടുക്കും, തീർച്ചയായിട്ടും. എനിക്ക് അതിലൊന്നും അഭിപ്രായമില്ല. അതെ, സീരിയലിൽ അഭിനയിക്കുന്ന എനിക്ക് ഏറ്റവും കൂടുതൽ ടെലിവിഷനിൽ അംഗീകാരം കിട്ടിയിരിക്കുന്ന, ഈ ഇൻഡസ്ട്രിയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ അംഗീകാരം കിട്ടിയിരിക്കുന്ന കുടുംബവിളക്കത്തെ വേദിക റോൾ ചെയ്തു കഴിഞ്ഞിട്ടാണ്. സോ ഐ ടോട്ടലി റെസ്പെക്ട് ദ ടെലിവിഷൻ. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇപ്പൊ ഞാൻ കുറച്ച് മൂവി ചെയ്ത് എന്നാൽ ടെലിവിഷനും ചെയ്ത് അങ്ങനെ പോകുന്ന ഒരാളാണ്. അപ്പം ഈ സിനിമയിൽ നിന്നും കുറെ സ്റ്റേറ്റ്മെന്റ്സ് വരുന്നുണ്ട്, ടെലിവിഷൻ സൈഡിൽ നിന്നും സ്റ്റേറ്റ്മെന്റ്സ് വരുന്നുണ്ട്, പല പ്ലാറ്റ്ഫോമിൽ നിന്നും കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. സോ അതല്ല നമ്മളുടെ ഇന്നത്തെ ഒരു നമ്മളുടെ ഇന്നത്തെ ഒരു പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ പ്രിയതമയാണ്. സോ ഞാൻ പ്രിയതമനെ പറ്റി സംസാരിക്കാനാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്.